എന്നും ഒരാൾക്ക് ജനിക്കാൻ പറ്റുമോ? മറ്റേ രേണുസുതി പറഞ്ഞ പോലെ 90, 91, 92 കാലഘട്ടങ്ങളിലാണ് ഞാൻ ജനിച്ചതെന്ന്. ഹലോ ഹലോ ഹലോ. അപ്പൊ ഇന്നതാ ഒരു സ്പെഷ്യൽ ഡേ ആണ്, ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. എൻ്റെ എന്താ പറയുക, എൻ്റെ ഫേവറേറ്റ് വ്ളോഗായിരിക്കും ഇത്. കാരണം ഇന്ന് എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന മൂന്ന് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് കേട്ടോ എനിക്കുള്ളൂ. ബാക്കി എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് ആണ്, കാര്യങ്ങൾ ഷെയർ ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കും. നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ എനിക്ക് എല്ലാവരുമായിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന 3 ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളാണ് അച്ചു. അപ്പോൾ അച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്, ജൂലൈ 11. അപ്പൊ എന്തായാലും നമുക്ക് അവളുടെ ബർത്ത്ഡേക്ക് എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് കൊടുക്കണമല്ലോ. നമുക്ക് വേഗം കാർഡ് മേടിക്കാം, അത് കഴിഞ്ഞ് കേക്ക് മേടിക്കാം. അവള് കേക്ക് കട്ട് ചെയ്തു, പക്ഷെ സാരമല്ലോ, ഒരു ദിവസം ബർത്ത്ഡേ ദിവസം എത്ര കേക്ക് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാനുള്ള പെർമിഷൻസ് ഉണ്ടെന്നൊക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഒരു കേക്ക് മേടിച്ചിട്ട് പോവാം, ഒരു ബൊക്കെ മേടിക്കാം. റോണും മയറും ഭയങ്കര ഹാപ്പിനെസ്സിലാണ് ഇന്ന് സായുവിന്റെയും കേശുവിന്റെയും കൂടെ കളിക്കാൻ വേണ്ടിയിട്ട്. അവർ കുറെ നാളായി ഒന്ന് കൂടിയിട്ട്. ഞങ്ങൾ എനിക്ക് തോന്നുന്നു എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് കഴിഞ്ഞ ഡിസംബറിലാണ് ഞങ്ങൾ ഒന്നിച്ചു കൂടിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിവേസ്, നമ്മൾ ഇന്ന് പോയി അടിച്ചു പൊളിക്കാൻ പോവല്ലേ. പറ്റുവാണെങ്കിൽ അവളെയും കൊണ്ട് ഒരു ഡാൻസ് ഒക്കെ എൻ്റെ കൂടെ കളിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് കേട്ടോ കേക്ക്. അവർ ഓൾറെഡി വേറൊരു കേക്ക് മേടിച്ച് കട്ട് ചെയ്തതുകൊണ്ട് ഞാൻ പിന്നെ ഒത്തിരി വലുതൊന്നും മേടിച്ചില്ല. ചെറിയൊരു കേക്കിൽ ഹാപ്പി ബർത്ത്ഡേ അച്ചു എന്ന് എഴുതിയത്. പിന്നെ ഒരു ബൊക്കെ മേടിച്ചു എൻ്റെ അച്ചുവിന്. എങ്ങനെയുണ്ട് ഗൈസ്, നല്ലതല്ലേ? റോസ് അല്ല, പക്ഷെ റോസ് പോലെ ഇരിക്കും ഫ്ലവർ. പിങ്ക് ആണ് കേട്ടോ ഞാൻ മേടിച്ചത്, ഡാർക്ക് പിങ്ക്. അത് മേടിച്ചു. ഒരു ലിൻഡ് ചോക്ലേറ്റ് മേടിച്ചു കുട്ടികൾക്ക്. പിന്നെ ഈ ഒരു കാർഡ് മേടിച്ചു. നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിൻ്റെ അകത്തും കുറച്ച് പ്രെയറും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു വേർഡിങ്സ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വായിച്ചപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അത് അവൾക്ക് ഞാൻ മേടിച്ചു. പിന്നെ ഇതെല്ലാം ഇട്ട് കൊടുക്കാൻ, ഇതെല്ലാമല്ല, ഈ കാർഡ് ഇട്ട് കൊടുക്കാൻ ഒരു കവറും മേടിച്ചു. അത്ര തന്നെ. ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയ ഒരു കവറും മേടിച്ചു. ഹാപ്പി ബർത്ത്ഡേ. പിന്നെ അവളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും മേടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഗിഫ്റ്റ് കാർഡും മേടിച്ചു. അവളുടെ ബർത്ത്ഡേ ആയിട്ട് ഞാനാണ് ഇന്ന് അണിഞ്ഞൊരുങ്ങിയൊക്കെ വന്നിരിക്കുന്നത്. നല്ല രസമില്ല ഗൈസ് എന്നെ കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ സേഫയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇംഗ്ലീഷുകാരിയാണ് കേട്ടോ, പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു, ഓ യുവർ ഫാമിലി ലുക്ക് സോ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ മക്കളും അടിപൊളിയായിട്ടാണ് ഇന്ന് ഒരുങ്ങിയിരിക്കുന്നതെന്ന് അവർ പറഞ്ഞപ്പം ഒരു സന്തോഷം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വേഗം അവളുടെ അടുത്തേക്കെല്ലാം. ഇനി അവളുടെ അമ്പരപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. കേശു തുറന്നു നോക്കിയിട്ട് ഓടി. ഹാപ്പി ബർത്ത്ഡേ കൊണ്ട് കൊടുക്ക എനിക്ക്. എന്നാ ഇനി എന്റെ വക. അച്ചു എത്ര വയസ്സായി ഇന്ന്? 23. അയ്യോ, 23 അങ്ങ് തികഞ്ഞില്ല. 23 മുഴുവനായിട്ടില്ല. അച്ചു, നീ ശരിക്കും സർപ്രൈസ് ആയില്ലേ അച്ചു? മതി. സർപ്രൈസ് ആവാൻ ഞാൻ പറഞ്ഞിട്ട് നിന്റെ മുഖത്ത് ഞാൻ അതൊന്നും കണ്ടില്ല. എന്റെ ഫ്ലവർ, എന്റെ ബൊക്കെ ഇത് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തതാ. നിനക്ക് ഇതൊക്കെ ഇഷ്ടമാണല്ലോ എന്ന് ഓർത്ത്. അന്നേരം ചേട്ടനും അത് തന്നെ പ്ലാൻ ചെയ്തത് ഞാൻ അറിഞ്ഞില്ല. അച്ചു പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാനും ശ്രദ്ധിച്ചത്. ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അറിയാണ്ടിട്ടതാണ് ഗൈസ്. എന്നാലും അതെ. പിന്നെ അവൾക്ക് കിട്ടിയ ബലൂൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ. അതിന്റെ കൂട്ടത്തിൽ ഒരു പിങ്ക് ഞാൻ ആഡ് ചെയ്തെന്നൊക്കെ. റെഡി സ്റ്റഡി പാടിക്കോളാനൊക്കെ. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday. Happy birthday to you. ഇതെത്രാമത്തെയാ? 23. 23. അതെല്ലാരും ഒന്ന് തിരിച്ചിട്ടാ കൊള്ളായിരിക്കും. വളരെ കുറച്ച് സമയമായിട്ടുള്ളൂ, 5 മണിയായിട്ടുള്ളൂ. 5 മണി വരെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് ഒരു ഡാൻസ് റീലൊക്കെ എടുത്തു. ആ ഡാൻസ് റീൽ നിങ്ങൾ ഇപ്പോൾ കാണും, അല്ല ഇന്ന് കാണും. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ നാളെ കാണുള്ളൂ. ഈ വീഡിയോയിൽ അത് വരുമ്പോഴത്തേക്കും എങ്ങനെ വരുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും
ലഞ്ച് കഴിക്കാൻ പോവാം. എൻ്റെ അച്ചു ഇവിടെ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെന്നൊക്കെ പറയണമെന്ന് എനിക്കുണ്ട്. എന്നാലും അങ്ങനെ അല്ലെങ്കിലും അവൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഫുഡ് ദാ കണ്ടോളൂ. ഗീ റൈസ് ആൻഡ് എന്നായിരുന്നത്? പനീർ കറി. ഗീ റൈസ് ആൻഡ് പനീർ കറി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പനീർ കഴിക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണല്ലോ, ചിക്കൻ പോലെ ഉണ്ടല്ലോ. കൊള്ളാം കേട്ടോ, ചിക്കൻ കഴിക്കണ പോലെ ഉണ്ട്. ഇതെന്താ ചാറാ? ബീഫാണല്ലോ. തരുമല്ല. കൊള്ളാം. പനീർ ഇഷ്ടപ്പെട്ടു കേട്ടോ, ചിക്കൻ പോലെ ഉണ്ട്. കൊള്ളാം. ഇത് നല്ല കുക്കാണ് കേട്ടോ. ആർ യു എ ഗുഡ് കുക്കർ? ശരിക്കുള്ള അല്ല, സത്യമായിട്ടും പറഞ്ഞാ നല്ല. ഞാൻ പനീർ കഴിച്ചിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ. ചിക്കൻ പോലെ ഉണ്ട്. ചോവ ചിക്കൻ്റെ അല്ല, പക്ഷെ ചിക്കൻ പോലെ ഉണ്ട്. കാണുമ്പോൾ ലുക്കുണ്ട്. ഓക്കെ, നല്ല ടേസ്റ്റും ഉണ്ട്. കഴിച്ചിട്ട് വരാം. കഴിച്ചിട്ട് ഞങ്ങൾ എവിടേക്കോ പോകും. എവിടെയാടി? വീട്ടിലേക്ക് പോകും. ഞങ്ങളിതാ ഞാനും അച്ചുമൊക്കെ ഫുഡ് കഴിച്ചു. പിള്ളേർക്ക് മാക്ഡൊണാൾഡ്സിൽ പോയി ഫുഡ് മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നടക്കുകയാണ് മാക്ഡൊണാൾഡ്സിലേക്ക്. ഇവിടെ നിന്ന് നടന്നാൽ കുറച്ചേ ഉള്ളൂ എന്നൊക്കെ അവൾ പറയുന്നു. ആ പേഴ്സിൽ വയ്ക്കാം കേട്ടോ. കേശു കൊടുത്തത് ആരോട്ടിക്ക്. റോങ്കൂടിനൊരു ബ്ലൂ കൊടുത്തു ഇതേപോലത്തെ. എനിവേസ് ദാ അച്ചുവാണ് ഞങ്ങളുടെ വഴികാട്ടി. പിള്ളേർ സെറ്റിനെയും കൊണ്ട് പോവുകയാണ് ഞങ്ങൾ. ഡേ കെയർ സ്റ്റുഡൻസ്, ഡേ കെയർ ടീച്ചേഴ്സാണ് ഞാനും അച്ചു. അച്ചു കമോ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? നല്ല ഹാപ്പിയായിരുന്നു. ഹാപ്പി ഡേ? ഭയങ്കര ഹാപ്പി ഡേ ആണ്. കെട്ടിയോൻ്റെ വക സർപ്രൈസ്, കൂട്ടുകാരിയുടെ വക പറഞ്ഞ് അറിയിച്ച സർപ്രൈസ്. പിന്നെ എന്നാ വേണ്ടേ? 2 കേക്ക് കിട്ടി, 2 പൂച്ചെടി കിട്ടി. ഇനി എനിക്ക് ഗീ റൈസും പനീറും കിട്ടി. ഇപ്പം അത് പിള്ളേർക്കല്ലേ. എന്നും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു. എന്നും ഒരാൾക്ക് ജനിക്കാൻ പറ്റുമോ? മറ്റേ രേണുസുതി പറഞ്ഞ പോലെ 90, 91, 92 കാലഘട്ടങ്ങളിലാണ് ഞാൻ ജനിച്ചതെന്ന്. എല്ലാ ദിവസമൊക്കെ ജനിക്കാൻ പറ്റുമോ അജോ? ഇത്ര അടുത്തല്ലേ നിങ്ങളുടെ മാക്ഡൊണാൾഡ്സ് ഒക്കെ? ഷോപ്പേഴ്സ് ഒക്കെ അടിപൊളി. നടന്ന് 5 മിനിറ്റോളം നടന്നില്ല, അതിന് മുന്നേ എല്ലായിടത്തിലും എത്തി. പിള്ളേർക്ക് മാക്ഡൊണാൾഡ്സിൽ നിന്ന് ഹാപ്പി മീൽസ്, ബർഗർ, നഗറ്റ്സ്, ഫ്രൈസ്, ആപ്പിൾ ജ്യൂസ് ഇതൊക്കെയാണ് കേട്ടോ മേടിച്ചു കൊടുത്തിരിക്കണേ. മാക്ഡൊണാൾഡ്സിൽ നിന്ന് നമുക്ക് പിക്കാച്ചുവിൻ്റെ ഹാറ്റൊക്കെ കിട്ടിയിട്ട് പിള്ളേരൊക്കെ അത് വെച്ചേക്കുമായിരുന്നു. കേശു ഇപ്പോൾ ദൂരി കളഞ്ഞു. എന്ത് കേശു? ആരുട്ടി അമ്മ നോക്കിയ പിക്കാച്ചു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞങ്ങൾ തിരിച്ച് വീടെത്തി. ഇനിയിപ്പോൾ ഞാനും പിള്ളേരും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അച്ചു നീ ഹാപ്പി അല്ലേടി? ഉറക്കെ പറ. ഹാപ്പി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.